മാട്ടൂൽ നോർത്തിലെ അമ്മമാരുടെ കൂട്ടായ്മ നാടകരംഗത്തേക്ക് കൂടി ചുവടുവെക്കുകയാണ്. വനിതകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉമേഷ് കല്യാശ്ശേരി സംവിധാനം ചെയ്യുന്ന മൂന്നാമതൊരാൾ എന്ന നാടകമാണ് ഞായറാഴ്ച അരങ്ങിലെത്തുന്നത്. കൂട്ടത്തിൽ 70 വയസ്സുവരെയുള്ള അമ്മമാരുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് മാട്ടൂൽ നോർത്തിലാണ്. ഇന്ന് കുറച്ച് നാടക വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. 11 വനിതകളുടെ കൂട്ടായ്മ അവതരിപ്പിക്കുന്ന നാടകവും അവരുടെ പരിശീലനമൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. മാട്ടൂൽ നോർത്ത് സെന്റ് നിക്കളാവോ മാതൃനാടകവേദി അവരുടെ ആദ്യ നാടകമായ മൂന്നാമതൊരാൾ ഞായറാഴ്ച അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഉമേഷ് കല്യാശ്ശേരിയാണ് സംവിധാനം ചെയ്യുന്നത്. മാത്രമല്ല, ഇവരുടെ നാടകത്തിനൊരു പ്രത്യേകതയുണ്ട്. നാടകവുമായി ഒരു ബന്ധവും ഇല്ലാതിരുന്ന കുറച്ച് അമ്മമാരെ ചേർത്ത് പിടിച്ചാണ് ഈ നാടകം അരങ്ങിലെത്തുന്നത്. ഇവരുടെ ഒരു മാസക്കാലം നീണ്ട ഒരു പരിശീലനത്തിലൂടെയാണ് ഈ നാടകം അരങ്ങിലെത്തുന്നത്. എന്തായാലും ആ ടീമിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഉമേഷ് കല്യാശ്ശേരിയാണ് ഈ നാടകം സംവിധാനം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാടകവുമായി ഒരു ബന്ധവും ഇല്ലാതിരുന്ന കുറച്ച് അമ്മമാരെ ചേർത്ത് പിടിച്ചാണ് ഈ നാടകം അരങ്ങിലെത്തുന്നത്. ആ പ്രയത്നം എങ്ങനെയായിരുന്നു? അതൊന്ന് പറയാമോ? വലിയ പ്രയത്നമൊന്നും ഉണ്ടായില്ല. ഇത് നമ്മുടെ ഏറ്റവും വലിയൊരു നമ്മുടെ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടൊരു സ്വപ്ന സാക്ഷാത്കാരമാണല്ലോ. ഗ്രാമങ്ങളിൽ നാടകം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു അഭിവാജ്യ ഘടകമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നാടകത്തിന് എപ്പോഴും കാണികളുണ്ട്. അതില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. ഇപ്പം തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് കലോത്സവം നടന്നപ്പോൾ ടാഗോർ തിയേറ്ററിൽ നല്ല സജ്ജീകരണമാണ്. അത് കഴിഞ്ഞിട്ട് പോലും പുറത്ത് ആളുകൾ തടിച്ചുകൂടി എന്നുള്ളതാണ്. അപ്പം കേരളത്തിൽ കേരളം വിപ്ലവ കേരളം നട്ടലുയർത്തുന്നത് നാടക സംസ്കാരത്തിലൂടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നാടകം ഗ്രാമങ്ങളിൽ വേണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ് ഞാൻ ജസ്റ്റേട്ടനോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ജസ്റ്റേട്ടനോട് പറഞ്ഞത് അങ്ങനെ നമുക്ക് അത്തരത്തിലൊരു നാടകം ചെയ്യാം. സാധാരണ ആരാധനാലയങ്ങളും പള്ളികളൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു നാടകം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് വേറെ ആയിരിക്കും. പക്ഷേ ഇത് ദേശീയ പുരസ്കാരങ്ങളടക്കം നേടിയ മുകുന്ദൻ്റെ ലക്ഷ്മണൻ ചെറുകുന്ന് രചന നിർവഹിച്ച നാടകമാണിത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നാടകം ഒരു പരീക്ഷണ നാടകമാണ്. ആസ്വാദനത്തിൻ്റെ തലത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരു പരീക്ഷണ നാടകമാണ്. കാരണം നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് വളരെ മികച്ച രീതിയിൽ അവരുടെ കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവർ പ്രായമൊക്കെ കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോവും. 70-72 വയസ്സുള്ളവരൊക്കെ വളരെ കണ്ടില്ലേ, ഇപ്പോൾ നമ്മളെക്കാളും ചുറുചുറുക്കോടുകൂടിയാണ് അഭിനയിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അവരുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്. എന്നാലും ഞാൻ പറയും ഡെഡിക്കേഷൻ ഇല്ലയെന്നാണ് പറയാറ്. ചീത്തവരലാണ് എപ്പോഴും. മൂന്നാമതൊരാൾ എന്ന് പറയുന്ന ഈ നാടകത്തിൻ്റെ തീം എന്താണ്? ശരിക്കും മൊത്തത്തിൽ പറയണമെന്നില്ല, എന്നാലും നമുക്കൊരു ചുരുക്ക ഭാഗത്തിൽ എന്നല്ല, നമ്മുടെ വർത്തമാനകാലത്തിൽ നമ്മൾ എല്ലാവരും നേരിട്ട് കൊണ്ടിരിക്കുന്ന വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം വീടുകളിൽ പോലും പെൺകുട്ടികൾക്ക് സുരക്ഷയില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ബ്രീഫാണ് ഈ നാടകം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വലിയ ക്യാൻവാസിൽ ചെയ്യുന്ന മുകുന്ദൻ എഴുതി വളരെ മനോഹരമായ അല്ല വളരെ പ്രശസ്തമായിട്ടൊരു കഥേനെ ബേസിയായിട്ടാണ് ഈ നാടകം ചെയ്യുന്നത്. അതിനാണ് ഇതിൻ്റെ പ്രമേയം. ഇന്ന് അനുഭവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന നേർക്കുള്ള വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ തന്നെ അത് വിളിച്ചു പറയുന്ന ഒരു തലത്തിലേക്ക് ഈ നാടകം എത്തിച്ചതെന്നുള്ളതാണ്. അപ്പോൾ ഈ 11 പേരാണ് നാടകത്തിൻ്റെ ഭാഗമാവുന്നത്. നമുക്ക് ഈ 11 പേരെയും കൂടെ ഒന്ന് പരിചയപ്പെട്ട് പെട്ടെന്ന് വരാം. പേരെന്തായിരുന്നു ചേച്ചി? മോളി. വീട് ഇവിടെ തന്നെ? ഇവിടെ അടുത്താണ്. ഏലിയ. വീട് ഇവിടെ തന്നെ. ജോയ്സി. വീട് ഇവിടെ തന്നെ. മേഴ്സി. വീട് ഇവിടെ തന്നെ. ധന്യ. സജ്ന. മാട്ടൂർ. ശാലിനി. ഇവിടെ തന്നെ മാട്ടൂർ. അപ്പോൾ നേരത്തെ ഉമേഷ് ചേട്ടൻ പറയുണ്ടായി ജസ്റ്റിൻ കണ്ണൂർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇങ്ങനെ ഒരു വനിതകളെ ചേർത്ത് മുന്നേ അവതരിപ്പിച്ച നാടകമാണ് മൂന്നാമതൊരാളെന്ന് പറയുന്നത്. പക്ഷേ വനിതകളെ മാത്രം നിർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് പറയും.
അതായത് എൻ്റെ ഇവിടെ നിൽക്കുന്നവരെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ സഹോദരിമാരാണ്, ചേച്ചിമാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം ഇന്ന് ഇവിടെ പെരുന്നാളിന് ഒരു നാടകം നമുക്ക് കളിക്കണം. ഞാൻ ഈ നാടക പ്രസ്ഥാനമായിട്ട് വളരെ മുമ്പ് ചെറിയ ബന്ധമുണ്ടായതുകൊണ്ട് തന്നെ എന്നെ വിളിച്ചന്വേഷിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് എൻ്റെ സുഹൃത്ത് ഉമേഷ് കല്യാശ്ശേരിയാണ്. കാരണം ഞങ്ങൾ ഒരുപാട് നാടക സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കാണുമ്പോഴൊക്കെ അതൊക്കെയാണ് സംസാരിക്കുക. ഞാൻ വെച്ചാൽ പുതിയൊരു നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ പുതിയൊരു നാടക സംസ്കാരം ഉണ്ടാക്കണം, അതിനൊരു വഴിയൊരുക്കാം എന്നുള്ള ഒറ്റ ചിന്തയുണ്ടല്ല. പക്ഷേ ഞാനിത് പറഞ്ഞു. ഞങ്ങൾ ഉമേഷ് കല്യാശ്ശേരിയുമായിട്ട് വന്നു, ഒരു ദിവസം ഇവിടെ ഇരുന്നു, സംസാരിച്ചു, അവരുടെ കാര്യങ്ങൾ കേട്ടു പോയി. പക്ഷേ കുറേ വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതിൽ നിന്ന് തന്നെ എൻ്റെ അനുജത്തിയുണ്ട് ഇതിൽ, അവൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇത്ര വലിയ കനമുള്ള സാധനം നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നത് ഞാൻ അറിയില്ലായിരുന്നു. അവർ കരുതിയത് പെട്ടെന്നാക്കിയിട്ട് പോകാമെന്നാണ്. ആദ്യത്തെ 35ഓളം പേര് ജോയിൻ ചെയ്തിരുന്നു, സ്ത്രീകൾ. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പം അതിൽ അവശേഷിച്ചതായത് ഇനി ഒരു അടിയും പിറകോട്ടില്ല എന്നുള്ള ധീരമായ ഒരു തീരുമാനമാണ്. നേരത്തെ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്, ഉമേഷ് കല്യാശ്ശേരി പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പുതിയൊരു നാടക തിയേറ്റർ ഈ വനിതകളുടെ തന്നെ അവരുടെ കാര്യങ്ങൾ വിളിച്ചു പറയാൻ അവരെ ഉണ്ടാവും. അത്തരത്തിലുള്ളൊരു നാടക ഒരു സമിതി തന്നെ രൂപപ്പെട്ട് വരട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ 70 വയസ്സുള്ളവരൊക്കെ നിങ്ങളുടെ ഈ ടീമിലുണ്ട്. അപ്പോൾ നാടകമായി ഒരു ബന്ധവും ഇല്ലാതിരുന്ന് നിങ്ങളെ ചേർത്ത് നിർത്തി ഇപ്പോൾ മികച്ച രീതിയിൽ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു രോമാഞ്ചം വരുന്ന രീതിയിൽ നിങ്ങൾ അവിടുന്ന് പരിശീലിക്കുമ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഉമേഷ് കല്യാശ്ശേരി തുടങ്ങിയ സംവിധായകർ നിങ്ങളെ പരിശീലിപ്പിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇപ്പോൾ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. നാടകം ജസ്റ്റിൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ആദ്യം ഒന്ന് വന്ന് ചെയ്ത് ഒന്ന് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഒരു ചിന്ത. പക്ഷേ സാറിൻ്റെ ആ ഒരു അവതരണവും ഇതൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് സാർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇനി ഫലിപ്പിക്കാനും ഞങ്ങൾ പരിശ്രമിക്കും. അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഇതെന്ന് വെച്ചാൽ ലൈഫിലെ ആദ്യത്തെ അനുഭവമാണ്. പക്ഷേ അതിലേറ്റവും അധികം സന്തോഷമുണ്ട്. നിങ്ങൾ പലരും പല ജോലികൾ ചെയ്യുന്നവരായിരിക്കാം, വീട്ടമ്മമാരായിരിക്കാം. 30 പേരിൽ നിന്ന് 11 പേരായി ചുരുങ്ങി. അപ്പോൾ നിങ്ങൾ ശരിക്കും ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നില്ലേ? എന്താ പറയാനുള്ളത്? തീർച്ചയായും നമുക്കൊരു ഭാഗ്യം തന്നെയാണത്. ഞാൻ പെട്ടെന്ന് ഒരാളില്ല എന്നുള്ളൊരു ഗ്യാപ്പിൽ ഞാൻ വന്നതാണ്. ഇപ്പോൾ ഒരു നാടകത്തിൻ്റെ കൂടെ ഞാനായി. അല്ല, ഞാൻ അതേ ഉണ്ട്, തുടങ്ങുമ്പേ ഉണ്ട്. അങ്ങനെ ഒരു പ്ലാന് ശാലിനി ഇട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ഇറങ്ങി വന്നതാണ്. അതുകൊണ്ട് പിന്നെ ഇനി മാറൂല എന്ന് തന്നെ ഉറപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് കളിക്കാൻ റെഡിയായി. എനിക്കൊരുപാട് സന്തോഷം. പിന്നെ നാടകം ഒരുപാട് കണ്ടിട്ടുണ്ട്, അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട്. പക്ഷേ ഒരു 2 കൊല്ലം മുന്നേ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട് ഒരു നാടകം. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല. ഏട്ടനായിട്ട് അത് ഷെയർ ചെയ്തു. പിന്നെ ഈ നേരത്തെ പറഞ്ഞാൽ ഈ 35 പേരിൽ നിന്ന് നമ്മൾ ഈ ശേഷിക്കുന്ന 11 പേരായി ചുരുങ്ങിയപ്പോൾ ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ടെൻഷനൊക്കെ പോയി. പിന്നെ ഉമേഷ് സാറെ ശിക്ഷണം എന്ന് വേണം പറയാൻ, കടുത്ത ശിക്ഷണത്തിൽ ഞങ്ങളിതാ ഇങ്ങനെ മുന്നോട്ട് 19-ാം തീയതിയിലേക്ക് നടന്നു നീങ്ങുന്നു. ഒരുപാട് സന്തോഷം. ഇനിയും മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. സാറ് ഞങ്ങളെ ചേർത്ത് നിർത്തിയാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ആഗ്രഹമാണ് നാടകമായിട്ട് മുന്നോട്ടേക്ക് പോവാം. നമ്മുടെ കാര്യങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയാനുള്ള ഒരു വേദി കൂടിയാണ് ഈ നാടകം എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ ആഗ്രഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് വേദികളിൽ ഈ അമ്മമാർക്ക് നാടകം അവതരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞു വയ്ക്കാനുള്ളത്. നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.